ഇറാന് നേരെ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണം ലോകമെങ്ങും പുതിയൊരു യുദ്ധത്തിന്റെയും സംഘർഷത്തിന്റെയും ഭീതി പടർത്തിയിരിക്കുകയാണ്. എന്നാൽ ചീറിപ്പാഞ്ഞെത്തുന്ന മിസൈലുകളെ തടയാൻ ഒരു കവചം പോലെ വർത്തിച്ച അയൺ ഡോമിനെയും ഭേദിച്ച ഇറാന്റെ മിസൈൽ വർഷത്തിൽ തെല്ലൊന്നും ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് ഇസ്രയേൽ. ടെൽ അവീവിൽ വ്യാപകമായ പ്രത്യാക്രമണമാണ് ഇറാൻ നടത്തിയിരിക്കുന്നത്. അതിർത്തിയുടെ ഓരോ ദിക്കിലും ശത്രു നടത്തുന്ന വ്യോമാക്രമണത്തെ ആകാശത്ത് വെച്ച് തകർക്കുന്നതിന് ഇസ്രയേലിന്റെ കൈവശമുള്ള അത്യാധുനിക പ്രതിരോധ സംവിധാനമായ അയൺ ഡോമിന്റെ കാര്യക്ഷമത ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ചർച്ചയാകുന്നു. എന്താണ് അയൺ ഡോം? അത് എങ്ങനെ ലോക ശ്രദ്ധ നേടി? സവിശേഷതകൾ. ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ എന്ന പേരിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന് മറുപടിയായി ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 3 എന്ന പേരിലാണ് ഇറാൻ പ്രത്യാക്രമണം നടത്തുന്നത്. പല കോണിൽ നിന്ന് ആക്രമണം പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്ന് ഇസ്രയേൽ. അതിനൂതനമായ പ്രതിരോധ മാർഗങ്ങളാണ് ഇസ്രയേൽ സ്വീകരിക്കുന്നത്. വിവിധ ദൂരപരിധിയിൽ നിന്ന് വരുന്ന മിസൈലുകളെ പ്രതിരോധിക്കാൻ അയൺ ഡോം, താഡ്, ഡേവിഡ് സ്ലിംഗ്, ആരോ സിസ്റ്റം എന്നിങ്ങനെയുള്ള പ്രതിരോധ സംവിധാനങ്ങളാണ് ഇസ്രയേലിനുള്ളത്. 70 കിലോമീറ്റർ പരിധിയിൽ നിന്നുള്ള മിസൈലുകളെ പ്രതിരോധിക്കുന്നതിനാണ് അയൺ ഡോം. ഏറ്റവും ആദ്യവും അതുതന്നെ. 200 കിലോമീറ്റർ പരിധിയിൽ നിന്നുള്ളവയെ പ്രതിരോധിക്കാൻ താഡ, പിന്നെ 300 കിലോമീറ്ററിൽ ഡേവിഡ് സ്ലിംഗ്, ആരോ സിസ്റ്റം 2400 കിലോമീറ്ററിൽ. അതിൽ ആദ്യത്തേതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ അയൺ ഡോം സിസ്റ്റം. അയൺ ഡോം സിസ്റ്റം അധികം രാജ്യങ്ങളിൽ ഉപയോഗിക്കാത്ത പ്രതിരോധ മാർഗമാണ്. 2011-12 കാലഘട്ടത്തിലെ പലസ്തീൻ ഇസ്രയേൽ സംഘർഷത്തിനിടയിലാണ് പുത്തൻ സാങ്കേതിക വിദ്യ ഇസ്രയേൽ പരീക്ഷിക്കുന്നത്. ചെറിയ പരിധിയുള്ള റോക്കറ്റുകളെ തകർക്കുന്നതിന് വേണ്ടി റഫാൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റം ലിമിറ്റഡ് രൂപകൽപ്പന ചെയ്ത സംവിധാനമാണ് അയൺ ഡോം. ശത്രുവിനെ ഹ്രസ്വദൂര റോക്കറ്റുകളെ മിസൈൽ ഉപയോഗിച്ചുള്ള പ്രത്യാക്രമണത്തിലൂടെ തകർക്കുകയാണ് അയൺ ഡോം ചെയ്യുന്നത്. റോക്കറ്റുകൾ, മോട്ടോറുകൾ, വിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ, ആളില്ലാ വിമാനങ്ങൾ തുടങ്ങിയ വിവിധ തരത്തിലുള്ള വ്യോമാക്രമണങ്ങൾ തകർക്കാൻ അയൺ ഡോമിന് കഴിയും. ഹീബ്രു ഭാഷയിൽ നിന്നാണ് ഈ പേര് കിട്ടിയത്. 70 കിലോമീറ്റർ വരെ പരിധിയുള്ള റോക്കറ്റുകളെ ഇതിന് തകർക്കാനാകും. മുൻപ് പറഞ്ഞതുപോലെ ധാരാളം ഭീഷണികളെ ഒരുമിച്ച് നേരിടാൻ കഴിയുന്ന ഈ സംവിധാനം പ്രതികൂല കാലാവസ്ഥയിലും പ്രവർത്തനക്ഷമമാകുമെന്നാണ് ഇസ്രയേലിന്റെ വാദം. റഡാറുകൾ, നിയന്ത്രണ കേന്ദ്രം, മിസൈലുകൾ എന്നിവ ഉൾപ്പെട്ടതാണ് അയൺ ഡോം. റഡാറുകൾ റോക്കറ്റുകളുടെ സഞ്ചാരപഥം കണ്ടെത്തി നിയന്ത്രണ കേന്ദ്രത്തിന് കൈമാറുന്നു. സംരക്ഷിത സ്ഥലങ്ങളിലേക്ക് വരുന്ന റോക്കറ്റുകളെ നിയന്ത്രണ കേന്ദ്രത്തിൽ നിന്ന് മിസൈൽ വിക്ഷേപിച്ച് തകർക്കുന്നു. ഇങ്ങനെയാണ് രീതി. ശത്രു രാജ്യത്ത് നിന്ന് മിസൈൽ തൊടുക്കുന്നു. അയൺ ഡോമിന്റെ റഡാർ സിസ്റ്റം ആ മിസൈലുകളുടെ സാന്നിധ്യം തിരിച്ചറിയുന്നു. അത് ട്രാക്ക് ചെയ്യുന്നു. അതിന്റെ ഇമ്പാക്ട് പോയിന്റ് തിരിച്ചറിയുന്നത് കൺട്രോൾ സിസ്റ്റമാണ്. ജനവാസ മേഖലയിലേക്കോ പ്രതിരോധ സംവിധാനങ്ങളിലേക്കോ ലക്ഷ്യമിട്ടതാണ് അതെന്ന് തിരിച്ചറിഞ്ഞാൽ ലോഞ്ചർ ശത്രു മിസൈലിനെ പ്രതിരോധിക്കാനുള്ള മിസൈൽ തൊടുക്കും. അങ്ങനെ പ്രതിരോധം ഉറപ്പുവരുത്തുന്നു. ഇസ്രയേൽ പ്രതിരോധ വൃത്തങ്ങളുടെ അവകാശവാദം അനുസരിച്ച് 90% മിസൈലുകളെയും നിർവീര്യമാക്കാനുള്ള ശേഷി അയൺ ഡോമിനുണ്ട്. അയൺ ഡോമിൽ നിന്ന് തൊടുക്കുന്ന ഓരോ മിസൈലിനും $50,000 വിലയുണ്ടെന്നാണ് BBC റിപ്പോർട്ട് ചെയ്യുന്നത്. 2006 ഇസ്രയേൽ ഹെസ്ബുള്ള യുദ്ധഘട്ടത്തിലാണ് അയൺ ഡോം സിസ്റ്റം രൂപകൽപ്പന ചെയ്യുന്നത്. അന്ന് 4000 റോക്കറ്റുകളാണ് ഇസ്രയേലിലേക്ക് തൊടുത്തത്. ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു. ശക്തമായ ആക്രമണങ്ങളെ ഫലപ്രദമായി തടയുന്നതിൽ ഇസ്രയേൽ ഏറെ ഖ്യാതി നേടിയിട്ടുണ്ടെങ്കിലും ഇസ്രയേലിന് നേരെ ഹമാസ് നടത്തിയ ആക്രമണത്തിലായിരുന്നു സമീപകാലത്ത് അയൺ ഡോമിന്റെ കാര്യക്ഷമതയെ ചൊല്ലി ചർച്ചകൾ ഉയരുന്നത്. ഈസ് ദ അയൺ ഡോം ഫെയിലിംഗ് എന്ന ചർച്ച ഉണ്ടാകുന്നത് 2023 ഒക്ടോബർ 7 ശേഷം ഗാസ, ലെബനൻ, സിറിയ, ഇറാഖ്, യമൻ തുടങ്ങി വിവിധ മേഖലയിൽ നിന്നും തുടർച്ചയായ പ്രത്യാക്രമണ ഭീതി ഇസ്രയേൽ മേലുണ്ട്. ഇപ്പോൾ ഇറാനിൽ നിന്നാണ് മിസൈൽ വർഷം ഉണ്ടായിരിക്കുന്നത്. അത് പ്രതിരോധിക്കാൻ ഇസ്രയേലിന് പൂർണ്ണമായി കഴിഞ്ഞിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ. ഇസ്രയേൽ അത് സ്ഥിരീകരിക്കുന്നില്ലെങ്കിൽ പോലും അമേരിക്കയും ഇന്ത്യയും അടക്കം വിവിധ രാജ്യങ്ങളുമായി ഇസ്രയേലിന് പ്രതിരോധ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട വ്യാപാര കരാറുകളുണ്ട്. അതിലെ തുറുപ്പുചീട്ടാണ് ഈ അയൺ ഡോം. അയൺ ഡോമിന്റെ കാര്യക്ഷമതയെക്കുറിച്ചുള്ള സന്ദേഹം ആ വ്യാപാര ബന്ധങ്ങളെ കൂടെ അനിശ്ചിതത്വത്തിൽ ആക്കിയേക്കാം. ഇസ്രയേലിനെ അപേക്ഷിച്ച് ചുരുങ്ങിയ പ്രതിരോധ സംവിധാനങ്ങളുള്ള ഇറാന് ടെൽ അവീവിൽ ഇത്ര കണ്ട് ആക്രമണം നടത്താൻ കഴിഞ്ഞിട്ടുള്ളത് ലോകരാഷ്ട്രങ്ങളിൽ ചർച്ചാ വിഷയവുമാണ്.